ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ ഇന്നൊരു ഈദ് സ്പെഷ്യൽ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഈദിനൊക്കെ ചെയ്യാൻ പറ്റിയ രണ്ട് അടിപൊളി പുഡിങ്ങുകളാട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് പുഡിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ 10 ഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്നും ഏകദേശം ഒരു 5 ഗ്രാമോളം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചൈന ഗ്രാസ് മെൽറ്റായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് റൂഹഫ്സയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് വെള്ളത്തിലേക്ക് 4 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് റൂഹഫ്സ ആഡാക്കി കൊടുത്താൽ മതി. അപ്പോൾ റൂഹഫ്സയുടെ അളവ് ഏകദേശം നമുക്ക് ഇതിൻ്റെ ഒരു കളറ് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു അളവനുസരിച്ച് അങ്ങ് ആഡാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ 2 ചെറിയ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് റൂഹഫ്സ കൊണ്ടിട്ട് ജെല്ലിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്, പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ഇതൊന്ന് സെറ്റായി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇത് സെറ്റാവും. ഒന്ന് ചൂടാറുമ്പം തന്നെ സെറ്റായി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ റൂഹഫ്സ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇതൊരു 780 ml ഏകദേശം 180 റുപ്പീസൊക്കെ ആട്ടോ വരുന്നത്. എല്ലാ സ്റ്റോറുകളിലും കിട്ടും. നമ്മൾ സാധാരണ ഗ്രോസറി സ്റ്റോറുകളിൽ എല്ലായിടത്തും കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ലെയറായിട്ടൊന്ന് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൊത്തത്തിൽ 3 കപ്പ് മിൽക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും 2.5 കപ്പ് നമ്മളിതാ സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഒന്ന് മാറ്റിയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാലൊന്ന് നല്ല രീതിയിൽ തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള കോൺഫ്ലോർ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ 1/2 കപ്പ് മിൽക്ക് നമ്മൾ ഇതിലേക്കാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കോൺഫ്ലോറിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പാല് വെച്ചിരുന്നത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കോൺഫ്ലോർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തിളപ്പിച്ച് ഒന്ന് ഇതുപോലെ തിക്കായി വരുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 ഗ്ലാസ് എടുത്ത് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ കയ്യിൽ ചെറിയ കുഞ്ഞ് ഭംഗിയുള്ള ബൗളുകൾ ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സിൻ്റെ ഹാഫ് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ 4 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി ഹാഫ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2ആയിട്ടാണ് ഈ 2 ലെയറും ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് തിളപ്പിക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള റൂഹഫ്സയുടെ ആ ഒരു ജെല്ലി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, പാലും കോൺഫ്ലോറും കൂടെ നമ്മൾ ആദ്യം തിളപ്പിച്ചിട്ടുണ്ടായിരുന്ന മിക്സിലേക്ക് ഹാഫ് നമ്മൾ മാറ്റി വെച്ചിരുന്നതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ റൂഹഫ്സയും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മെൽറ്റാവാനായിട്ട് ഞാൻ എഗെയിൻ ഒന്ന് വെക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ നമ്മൾ ഒഴിച്ചൊന്ന് സെറ്റാക്കിയിട്ട് നെക്സ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് മിൽക്ക്, കോൺഫ്ലോർ, അതുപോലെ തന്നെ റൂഹഫ്സ, പിന്നെ നമ്മൾ ആഡാക്കി കൊടുത്തിട്ടുള്ള മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡാക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പം 3rd ലെയറായിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വന്നത് ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് സെപ്പറേറ്റായിട്ട് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ലെയറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു 2 പാത്രത്തിൽ നമ്മൾ ഇതുപോലെ ജെല്ലി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഒരെണ്ണം നമ്മൾ ആദ്യം സെൻറ്ററിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് മുകൾ ഭാഗത്തേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ലെയറായിട്ട് ഈ റൂഹഫ്സയുടെ ജെല്ലി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഈ ഒരു പുഡിംഗ് ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല മൊഞ്ചുള്ള ഒരു പുഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ വീട്ടിലേക്കൊക്കെ എല്ലാവരും വരുമ്പോൾ നമുക്ക് ചെറിയ ബൗളുകളിൽ സെറ്റാക്കിയിട്ട് നല്ല ഭംഗിക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പുഡിംഗ് ആട്ടോ ഇത്. ടേസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് തണുത്ത് വരാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജെല്ലിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ജസ്റ്റ് ഇനിയിപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾക്കാണെങ്കിലും ചെയ്ത് കൊടുത്ത് നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ സെക്കൻഡ് പുഡിങ്ങിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഇതാ എഗെയിൻ നമ്മൾ ഒരു സോസ് പാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 3 കപ്പ് മിൽക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്ന് ഞാൻ അര കപ്പ് മിൽക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2.5 കപ്പ് സോസ് പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ അര കപ്പ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതാ ഇതുപോലെ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു അര കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ പാല് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതാ ലെയർ ചെയ്ത് വെക്കാനായിട്ടുള്ള ബ്രെഡ് എടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു പുഡിംഗ് ട്രേയും കൂടെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുഡിംഗ് ലെയർ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും അതുപോലെ തന്നെ പിസ്തയും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പാല് തിളയ്ക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ ബദാം എടുത്തൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിസ്തയും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ നമുക്കിവിടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റാർഡും മിൽക്കും കൂടെയുള്ള ആ ഒരു മിക്സ് നമുക്ക് പാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിതാ അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഷുഗർ ആഡാക്കി കൊടുത്താലും മതി. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ഒരു ലെയറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഹാഫ് നമുക്ക് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഈവനായിട്ട് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ബദാം ഞാനിതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് നമുക്ക് ഒരു 6 ബ്രെഡ് പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സെയിം മിക്സ് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മളിവിടെ 500 മില്ലി മിൽക്കാട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കസ്റ്റാർഡ് മിക്സ് അവിടെ നല്ല രീതിയിൽ സെറ്റാവുന്ന ടൈമിൽ നമ്മളിതാ ഈ ഒരു 1 കപ്പിലേക്ക് ഒരു 1/4 ഭാഗം ഫ്രഷ് ക്രീമും ബാക്കി കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡാക്കിയിട്ട് 1 കപ്പാക്കിയിട്ട് നമ്മളിതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ നമുക്ക് വാനില എസൻസ് ഒരു 2-3 ഡ്രോപ്സും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ലാസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. ഈ ഒരു റണ്ണിങ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കസ്റ്റാർഡും ബ്രെഡും ഒക്കെ സെറ്റായിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തെ ലെയറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആഡാക്കി കൊടുക്കേണ്ടത് ഇതുപോലെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിസ്തയും അതുപോലെ തന്നെ ബദാമും ഒക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
പുഡിങ്ങിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഇതിൽ തന്നെ ഈ ഒരു സ്ക്രീനിൽ തന്നെ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മെഷർമെൻറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്ര ആയപ്പോഴേക്കും നമുക്ക് ഇതിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പുഡിങ് കേട്ടോ. അറബിക് പുഡിങ്ങാണ്, നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങും കൂടിയാണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ 2 പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യത്തെ പുഡിങ് ഞാൻ പറഞ്ഞ പോലെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനായിട്ടും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിങ് നമുക്ക് 2 പുഡിങ് നിങ്ങൾ ഈ ഒരു ഇതിന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.